പക്ഷേ ഞാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഫുൾ ടൈമർ ആവരുത്. ഈ പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കോമ്പറ്റീഷനാണ്. ഒരു ദിവസം പണ്ട് പറയാറുണ്ട് ഈ എഞ്ചിനീയേഴ്സിന് മറ്റേ കല്ലെടുത്ത് പറഞ്ഞാൽ എഞ്ചിനീയർ തലയിലായിരിക്കും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നിരവധി ആൾക്കാർ ഡബിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡബിങ് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ ചാൻസസ് കൂടുതലാണ്. അതിപ്പം വെബ് സീരീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡബ് സിനിമകൾ ആയിക്കോട്ടെ, ഡബ് സീരീസ് ആയിക്കോട്ടെ, ഈ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഡബിങ് ആർട്ടിസ്റ്റിനെ വേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. സിനിമകൾക്കാണ്, ഈ സ്ട്രേറ്റ് മൂവീസിനാണ് ഡബിങ് കുറവ് വരുന്നത്, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലധികം ആർട്ടിസ്റ്റുകളും ഉണ്ട്. കോമ്പറ്റീഷൻ ഹെവിയാണ്. സ്ഥിരമായിട്ട് പോകുന്ന വോയിസിൽ പലതും ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. പുതിയ വോയിസുള്ള ആൾക്കാർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുൾ ടൈം ആയിട്ട് ഇവർക്ക് ചിലപ്പം സർവൈവ് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് പറ്റിയ പണിയല്ല എന്നും പറഞ്ഞിട്ട് ഇവർ അവരുടെ മേഖലയിലേക്ക് പോകും. അപ്പം അങ്ങനെ സർവൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ നിന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അന്ന് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്കിവിടെ നിന്നേ പറ്റൂ, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിന്നേ പറ്റൂ. അങ്ങനെ നിന്നത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ചൊക്കെ വർക്കുകൾ ചെയ്ത് പോകാൻ പറ്റുന്നത്.